ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നാജിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ തൻ്റെ മൂത്ത മോളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരുന്നത്. ഇത് കണക്ക് സഹോദരിമാർക്കൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിയെടുത്ത് സംസാരിക്കണം ഉള്ളത് കൊണ്ട് തന്നെ ഷാൻ്റെ മൊബൈലിൽ നിന്നൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. വീഡിയോ കോളിനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കിട്ടിയൊന്നും ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇത് കണക്ക് ഷാൻ്റെ മൊബൈലിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഇനി മെസ്സേജ് അയക്കരുത്, പട്ടി അങ്ങനെ ചീത്ത വിളിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് കാരണം ഉണ്ടെങ്കിൽ തനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി പോയി. ഇതിനെല്ലാം കാരണം തൻ്റെ അമ്മയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു നാജില വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഇപ്പോഴും പറയുന്നുണ്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് തന്ന സ്വർണ്ണമെല്ലാം തിരിച്ചു വേണമെന്നുള്ള രീതിയിലൊക്കെ ഇപ്പോഴും പറയാറുണ്ട്. ഇതിനെല്ലാം മെയിൻ കാരണം എൻ്റെ അമ്മയാണ് എനിക്കെതിരെ ഉണ്ടെങ്കിൽ കുട്ടിയെ തിരിച്ചെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ഇപ്പം നാജില പറയുന്നത്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്ക് നാജിലയുടെ കുട്ടിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഷാനുമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അത് നേരത്തെ തന്നെ നമുക്ക് ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇത് കണക്ക് നാജില ഉണ്ടെങ്കിൽ ഷാൻ്റെ മൊബൈലിൽ നിന്ന് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ആ കുട്ടി വിചാരിക്കുന്നത് ഷാൻ തന്നെ ആയിരിക്കും. സോ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഷാനുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തപ്പോൾ ആ കുട്ടി അങ്ങനെ തന്നെ ആയിരിക്കും പ്രതികരിക്കുന്നത്. അത് വിട്ടിട്ടുണ്ടെങ്കിൽ ഇത് കണക്കിപ്പോൾ നാജിലയുടെ മൊബൈലിൽ നിന്ന് വിളിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. ചിലപ്പോൾ കുട്ടി സംസാരിക്കുകയൊക്കെ ചെയ്തതന്നെ. പക്ഷേ ഇപ്പോൾ ഷാൻ്റെ മൊബൈലിൽ നിന്ന് വിളിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ. അതിനാണ് ഇത് കണക്ക് നാജില ഉണ്ടെങ്കിൽ അവളുമായിട്ട് ഇനി എനിക്കൊരു ബന്ധമില്ലെന്നുള്ള രീതിയിൽ വരെ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്.